ഹലോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഡേ 2. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ മൂന്നാറിക്കാണ് പോണത്. ഇത് അങ്ങനെ മൂന്നാറത്തെ ഒരു ചായത്തോട്ടാണ്. നല്ല രസമാട്ടോ. ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഫ്രഷപ്പൊക്കെ ആയിട്ട് വന്നതാണ്. ഇപ്പോൾ കണ്ടോ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാട്ടോ കാണാൻ. ഇപ്പം ഞങ്ങളൊരു ഏതൊരു ഗാർഡനിലേക്ക് എത്തി. അവിടെ അങ്ങനെ റേപ്പിൾ ടീ അതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നു. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു ടൂറിസ്റ്റ് ബസ് ഞങ്ങൾ കണ്ടതെന്ന് അറിയുമോ. എൻ്റെ ഇടയ്ക്ക് ഞാൻ കുളി ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് കൊപ്രത്തേരൊക്കെ കാണിച്ച് അവിടെ നിന്നു. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. ഞങ്ങൾ ആ ഗാർഡനിലേക്ക് പോയില്ല. സമയം 1 ഡേ ട്രിപ്പല്ലേ, അങ്ങോട്ട് സമയമില്ല വിചാരിച്ചിട്ട് പിന്നെ ഏതോ ഒരു ഡാമിലേക്ക് പോയി. അവിടെ ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ കുറേ പോകുമ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കുഴിയായി നിൽക്കുക. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിയിൽ കണ്ടോ കുറേ ബോട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് പോയപ്പോൾ കടയൊക്കെ കണ്ടു. ഇത് എക്കോ പോയിൻ്റ് അവിടേക്ക് പോയപ്പോൾ അത് ആ ഡാമിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ്. കുറേ കമ്മലും സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും മുടിഞ്ഞ റേറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ അധികമായിട്ടൊന്നും മേടിച്ചില്ല. നല്ല ഇങ്ങനെ എസ്തറ്റിക് ആയിട്ടുള്ള കുറേ ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ തൊട്ട് ആസ്വദിച്ച് പോന്നു. ഞങ്ങൾ മേടിച്ചില്ല. എല്ലാത്തിനും ഭയങ്കര റേറ്റ്. പിന്നെ ആദ്യമൊക്കെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഞാനും അമ്മയും മാത്രമല്ലേ പോകുന്നത്. പിന്നെ ഇവിടെ കുറേ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇങ്ങനെ ബാക്കിലേലൊക്കെ ഉള്ളത്. ഞാൻ ആദ്യമായിട്ട് ബാക്കിലേലൊക്കെ ഉള്ളത് കാണണേ. അപ്പോൾ അതാ ഞങ്ങൾ പിന്നെ വേറൊരു കടയിൽ കയറിയിട്ട് ഒരു മാല കാണിച്ചു. ഇതൊക്കെ ഈ പൂവിൻ്റെ മാല എന്ത് രസം. പക്ഷേ ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ ഞങ്ങൾ വേറൊരു ഡാമിലേക്ക് വന്നു. ഈ ഡാമിൽ ഇങ്ങനെ വെള്ളമൊക്കെ ചാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് തന്നെ അന്തം വിട്ട് കുന്തം മുഴുങ്ങിയ പോലെ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമാട്ടോ ഇങ്ങനെ വെള്ളമൊക്കെ ചാടുന്നത് കാണാൻ. അപ്പോൾ അത് കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കണ്ടോ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് മഴയൊക്കെ ചാറാൻ തുടങ്ങി. അതൊന്നും എടുത്തില്ല, ഓടായിരുന്നു കിടന്നിട്ട്. അപ്പോൾ റിയാൻ്റെ ബാക്കിൽ നടന്നു വരുന്നുണ്ട്. പിന്നെ ഞാനും റിയാനീൻ്റെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കുറേ കൂളിംഗ് ഗ്ലാസ്സും ഇങ്ങനെ ചെവി വെക്കാൻ മറ്റേ ഇയർ മഫ്സ് ഇല്ലേ അതൊക്കെ കണ്ടു. പിന്നെ ഇതാണ് ആ എന്താ പറയുക ഡാമിൻ്റെ പാലം. ആ ഡാമിൽ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വെള്ളത്തിന് കമ്മിയൊന്നുമില്ല, എന്താണെന്നറിയില്ല. ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നപ്പോൾ കുറച്ച് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. കണ്ടോ ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നല്ല വൈബായിരുന്നു അത് കൂടെ നടക്കാൻ. പോന്നപ്പോൾ കുറേ പശുവിനൊക്കെ കണ്ട് ഞങ്ങൾ പേടിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാണ്. ലൈക്ക് സബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.